അർജന്റീനയുടെ കളി കഴിഞ്ഞപ്പം AI-യുടെ യുദ്ധമായിരുന്നു. നല്ല AI വെച്ച് കോച്ചിനെ അടിക്കുന്നു, കോച്ചിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നു. AI ഇങ്ങനെയൊക്കെ ആയിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ, അതോ AI വെച്ച് ബിസിനസ് ഓണേഴ്സിനുള്ള ബെനിഫിറ്റ്സുകൾ ആ ഒരു റേഞ്ചിലേക്ക് സംതിങ് AI അഡോപ്ഷൻ ഏകദേശം എല്ലാ ആൾക്കാരും ഇപ്പോൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ പോലും AI യൂസ് ചെയ്യുന്നുണ്ട്. അവരൊരു പിക്ചർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു യൂസേജ് നിങ്ങളുടെ റിയൽ ടൈം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എൻ്റെ ഡെയിലി നോട്ട്സ്, എൻ്റെ ടു ഡൂസ് ഒക്കെ എൻ്റെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് ഞാൻ സാധാരണ മീറ്റിംഗ് പോകുമ്പോൾ വെയർ ചെയ്യാറുള്ളതാണ്. എൻ്റെ കയ്യിലെ ഡിവൈസ് അല്ല. ഈ ഡിവൈസ് ഏത് കോൺവെർസ് മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷിലാണെങ്കിൽ കുഴപ്പമില്ല. ആ ഡിവൈസ് ഓട്ടോമാറ്റിക് അതിൽ ആക്ഷൻ ഐറ്റംസ് നോട്ട് ചെയ്യും. എന്നിട്ട് എനിക്ക് റിമൈൻഡർ ആയിട്ട് എൻ്റെ ടു ഡു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഇതെൻ്റെ ഫോണിൽ അവൈലബിൾ ആണ്, എൻ്റെ മെയിൽ അവൈലബിൾ ആണ്, എനിക്ക് എൻ്റെ ക്ലൗഡുമായിട്ടും കണക്റ്റഡ് ആണ്, എൻ്റെ ക്ലൗഡ് ChatGPT കണക്റ്റഡ് ആണ്. എൻ്റെ കോൺവെർസേഷൻസ് എനിക്ക് ഈ ഡിവൈസ് വഴി ഏത് രീതിയിലാണോ ഷോട്ട് ചെയ്ത് പ്രിസ്പ് ചെയ്ത് ടു ഡു ആക്ഷൻ ഐറ്റംസ് ആക്കിയിട്ടും റിമൈൻഡർ ആക്കിയിട്ടും വേണം ആ രീതിയിൽ തരാൻ പറ്റും. ഇതൊരു സാധാ കോമൺ മാനും പറ്റും. ഒരു കടയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോക്കി ഇന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് ലിസ്റ്റ് ഉണ്ടായി തരാൻ പറ്റും. ഒരു ഫാർമസിയിൽ പറ്റും. നമ്മുടെ ജോലി കളയോ, ജോലി സാധ്യതകൾ ഒഴിവാക്കുമോ, ആൾക്കാരെ റീപ്ലേസ് ചെയ്യുന്നു, ഇത് വലിയ ഡിസ്കഷൻ ഉണ്ട്. എൻ്റെ അഭിപ്രായം ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല. കാരണം അൺലെസ് യു സ്റ്റാർട്ട് യൂസിങ് AI ഫോർ യുവർ പ്രൊഫഷൻ, ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പേർട്ട് നിങ്ങളുടെ ജോലിയിൽ എക്സ്പേർട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യാം. യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യാം. അക്കൗണ്ടിങ്ങിന് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാം. കാരണം ടൂൾസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കോഡിങ്ങിൽ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യാം. സോ അത് ലേൺ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ആൻഡ് ഹാർഡ് തിങ് ടു.